അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ലഭ്യമായിക്കൊണ്ടിരുന്ന വോട്ടുകളെല്ലാം കൈവിട്ട് കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഏത് വിധേനയും അതിനെ പിടിക്കാനുള്ള, അതായത് ഒരു സ്ഥലജല വിഭ്രമം ബാധിച്ച പോലെ അല്ലെങ്കിൽ സമനില തെറ്റിയിട്ടുള്ള രീതിയിലാണ് ഈ UDF നേതാക്കന്മാർ ഇതുവരെ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ എന്തായാലും 6 മണി കഴിഞ്ഞല്ലോ, ഇനിയെങ്കിലും സത്യം പറയാൻ അവരോട് പറയണം. ഇനിയെങ്കിലും സത്യം പറയണം. ഈ ഇപ്പോൾ രാഷ്ട്രീയമായി എതിരാളികൾക്കെതിരായി ഈ ഡിമോറലൈസ് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ, രാഷ്ട്രീയത്തെ ഡിമോറലൈസ് ചെയ്യുന്നത് ശരിയായ ഒരു രാഷ്ട്രീയ രീതിയല്ല. പിന്നെ BJP ഇവിടെ ചെയ്ത കാര്യങ്ങൾ എന്താണ്? ഇവിടെ കൃത്രിമമായിട്ട് വോട്ട് ചേർക്കുന്നു, ശിവപുരം കോളനിയിൽ പൈസ കൊടുക്കുന്നു, വ്യാപകമായ തോതിൽ പൈസയും അതുപോലെ തന്നെ മറ്റ് രീതിയിലുള്ള സ്വാധീനം ചെലുത്തിക്കൊണ്ട് വോട്ട് പിടിക്കുന്ന ഒരു മലീമസമായ ഒരു ജനാധിപത്യ രീതി ഇവിടെ പറിച്ചു നടാൻ BJP ശ്രമിച്ചു എന്നുള്ളത് അവർക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കും. കേരളത്തിലെയും പ്രത്യേകിച്ച് തൃശ്ശൂരിലെയും വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം മാന്യമായ, വളരെ നേർക്കുനേർ രാഷ്ട്രീയം സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യമാണ് തൃശ്ശൂരിലെ മണ്ഡലത്തിലുള്ളത്. ആ മണ്ഡലത്തിൻ്റെ പാരമ്പര്യത്തെ അവഹേളിക്കുകയും പാവപ്പെട്ട മനുഷ്യരെ പണം കൊടുത്താൽ വോട്ട് ചെയ്യിപ്പിക്കാൻ കഴിയുമെന്ന രീതിയിൽ അവരെ അപമാനിക്കുകയും ചെയ്യുകയാണ് BJP ചെയ്തിരിക്കുന്നത്. ഇതിന് ജനങ്ങൾ ചുട്ട മറുപടി ഈ ഇലക്ഷനിൽ കൊടുക്കും.